എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമായി ഒരു ശുഭദിനം നേരുന്നു. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ എന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഗ്രീനാണ്. US മാർക്കറ്റ് 3 ദിവസം തുടർച്ചയായി റെഡിലടച്ചു. നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. US GDPയും യുഎസിലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ മാർച്ച് 28-ന് 6 PM വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും അടുത്തുള്ള ഒരു വലിയൊരു ഈവൻ്റ് ഉള്ളത്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. 90 പോയിൻറ്റിന് മുകളിൽ ആണ് ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ $71,000 വീണ്ടും ഹിറ്റ് ചെയ്തു, വീണ്ടും അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. FISും DISും ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന യുഎസിലെ പ്രധാന ഒരു റേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അലയൻസ് ഇൻഡസ്ട്രീസിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബുൾ കേസ് സിനാരിയോയിലാണ്, അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ക്ലയൻസിൻ്റെ ടാർഗറ്റ് ഉയർത്തി എന്നുള്ള രീതിയിലാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള ഇന്ന് ലൈംലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ ന്യൂസുകളിലേക്ക് പോകാം. FISൻ്റെ ക്യാഷ് മാർക്കറ്റിൽ FIS 10 കോടി രൂപ ബൈ നടത്തി. DIS 5024 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സാണ് ഉള്ളത്. സ്റ്റോക്ക് ന്യൂസിൽ നോക്കുകയാണെങ്കിൽ CDSL എന്ന് പറയുന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ടൊക്കെ റാലി രേഖപ്പെടുത്തി പോയിരുന്നു. എന്നാൽ ഇന്ന് കാണുന്ന ന്യൂസ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, CDSL വലിയ തോതിൽ നിക്ഷേപമുണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിന്. അപ്പോൾ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് അവരുടെ നിക്ഷേപത്തിൻ്റെ ഏകദേശം ഒരു 7% സ്റ്റേക്ക് അല്ലെങ്കിൽ നിക്ഷേപം, ഈ CDSലുള്ള നിക്ഷേപം അത് വിൽക്കുകയാണ് എന്നുള്ളതാണ് ന്യൂസ്. വിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ കറൻറ്റ് ഇത്ര വലിയൊരു ഡീല് നടക്കുമ്പോൾ കറൻറ്റ് പ്രൈസിൽ നിന്ന് കുറഞ്ഞ വിലയിലാണ് അവർ മറ്റുള്ള കമ്പനീസായിട്ടൊക്കെ ഡീലാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ LTP ഈ നടന്ന ആ ഒരു ഡീലിൻ്റെ പ്രൈസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. 6% ലോവറിലാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ നിന്ന് 6% താഴ്ത്തിയാണ് ഇവർ ബൾക്ക് ഡീലൊക്കെ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ആസ്റ്റർ DM ഹെൽത്ത് കെയർ കമ്പനി, അതുപോലെ തന്നെ ഒളിമ്പിയസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒളിമ്പിയസ് ക്യാപിറ്റൽ ഏഷ്യ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ആസ്റ്ററിൻ്റെ DM ഹെൽത്ത് കെയറിൽ ഏകദേശം ഒരു 10% സ്റ്റേക്ക് അവരും വിൽക്കുകയാണ് എന്നുള്ള ന്യൂസ്. ഏഞ്ചൽ വൺ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ 1500 കോടി രൂപ റൈസ് ചെയ്യുന്നുണ്ട്. സിപ്ല മേജറായിട്ടുള്ള ഫാർമ കമ്പനി, അവർ സനോഫി ഇന്ത്യയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് സനോഫി ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ വിപണനം നടത്താനായിട്ട് സിപ്ലയായിട്ട് ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അവന്യൂ സൂപ്പർ മാർക്കറ്റ് തെലങ്കാനയിൽ അവരുടെ പുതിയ 3 സൂപ്പർ മാർക്കറ്റ് സ്റ്റോറുകൾ കമ്പനി ഓപ്പൺ ചെയ്തു. ഇൻഡോ രാമ സിന്തസിസ് കമ്പനി, ഇവരുടെ തന്നെ പ്രൊമോട്ടേഴ്സ് ഈ ഒരു കമ്പനിയുടെ ഏകദേശം 5.35 കോടി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിലൂടെ ബൈ ചെയ്തു. ഇത് ആക്ച്വലി ഷെയർ ബൈബാക്ക് തന്നെയാണ്, ടെൻഡർ ഫോമിലൂടെ അല്ലാതെ തന്നെ പ്രൊമോട്ടേഴ്സ് ഈ ഓപ്പൺ മാർക്കറ്റിലൂടെ തന്നെ ബൈ ചെയ്യാറുണ്ട്. ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി കമ്പനി, നാച്ചുറൽ റിസോഴ്സ് എനർജി ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആസ്ട്രസെനിക്ക ഫാർമ കമ്പനി, ഇവരുടെ ഒരു പുതിയ മരുന്നിന് ഇന്ത്യയിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ആനന്ദ് രാജ് കമ്പനി, ഇവർ ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ കൺസൾട്ട് ലിമിറ്റഡ് ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. കൃഷ്ണ ഡൈനോ ഡിഫൻസ് കമ്പനി, ഇവർക്കൊരു പുതിയൊരു ഓർഡർ കിട്ടി, 10 കോടി രൂപയുടെ ഓർഡറാണ്. ടെക്നോ ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് കമ്പനി, മഹാരാഷ്ട്രയിലുള്ളവരുടെ ഒരു പുതിയ പ്ലാന്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി, ഇവർ $6 മില്യൺ യുഎസിലെ ഹോട്ടൽ ശൃംഖല വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. പവർ ഗ്രിഡ് കമ്പനി, ഇവരുടെ പുതിയ ഒരു പവർ പ്രൊജക്റ്റ് സദേൺ റീജിയനിൽ ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. റെലിഗിയർ എൻ്റർപ്രൈസസ് കമ്പനി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടേഴ്സ് കഴിഞ്ഞ ദിവസം റെലിഗിയറിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തി 124 കോടി രൂപ പുറത്തു വരുന്ന അസറ്റ് സീസ് ചെയ്തു എന്നുള്ള ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിലുള്ളത്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലുണ്ട്. അതുപോലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഇന്നത്തെ IPO, ഇന്നത്തെ ഡിവിഡൻറ്റ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്.
വിസ്മേറ്റ് ട്രേഡിങ്ങിൻ്റെ അണ്ടറിലുള്ള ട്രേഡിംഗ് ന്യൂസ് തരുന്ന ഒരു വിങ്ങാണ് ട്രേഡ് ബഡ്ഡി. അതൊരു സെപ്പറേറ്റ് ഒരു ആപ്പായിട്ടൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. ആദ്യം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം ഗ്ലോബൽ മാർക്കറ്റ്. US വിക്സ് ഇന്നലെ 10% ഇടിഞ്ഞ് 11.29. നാസ്ഡാക്ക് റെഡിലടച്ചു, ഡോയും റെഡിലടച്ചു. അതിന് മുകളിലുള്ള MOX റഷ്യൻ മാർക്കറ്റ്, അതിന് മുകളിലുള്ള FTSE UK, CAC 40 ഫ്രാൻസ്, ഡാക്സ് ജർമ്മൻ എല്ലാം പോസിറ്റീവിലടച്ചു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് +97. ജപ്പാൻ മാർക്കറ്റ് ബുള്ളിഷാണ്, പോസിറ്റീവാണ്. കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നു. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2180 പെർ ഔൺസ്. അതിന് മിഡിൽ നമ്മൾ ബിറ്റ്കോയിൻ വിട്ടുപോയി. 70,471 എന്ന നിലയിലാണ് ബിറ്റ്കോയിൻ്റെ നിൽപ്പ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. വിപ്രോ ഫ്ലാറ്റായിരുന്നു. ICC, HDFC തുടങ്ങിയ സ്റ്റോക്കുകളിൽ അതിനെ പോസിറ്റീവായിരുന്നു. ഡോക്ടർ റെഡ്ഡിയും റിലയൻസും സ്ലൈറ്റ്ലി റെഡിൽ അടച്ചു. ഇതാണ് നിഫ്റ്റിയുടെ വാല്യൂ. ട്യൂസ്ഡേ ക്ലോസ് കാണാം. അതിനുശേഷം 22,150 ഹൈ പോയിരുന്നു. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് കൺസോൾഡേറ്റ് ചെയ്തു. ഇപ്പോൾ എക്സാക്ട്ലി ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ സമാനമായ രീതിയിലാണ്. ഇനിയിപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെയധികം, അല്ലെങ്കിൽ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെയധികം ഒരു ഗുണകരമായിട്ടുള്ളൊരു ന്യൂസാണ്. ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ഉണ്ടായിരുന്നത് വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ പല ആളുകൾക്കും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൂടാതെ തന്നെ മന്ത്ലി എക്സ്പയറി 2 ഇൻഡെക്സും ഒരു ദിവസം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബാങ്ക് നിഫ്റ്റീനെ പിടിച്ച് നേരെ ബുധനാഴ്ചയിലേക്ക് ഇട്ടു. പ്രാക്ടിക്കലി ഇപ്പോൾ 5 ദിവസവും 5 ഇൻഡെക്സിൻ്റെ എക്സ്പയറി ഉണ്ട്. തിങ്കളാഴ്ച 2 ഇൻഡെക്സിൻ്റെ എക്സ്പയറി ഉണ്ട്, ബാങ്ക് എക്സും മിഡ് ക്യാപ്പ് നിഫ്റ്റിയും. അപ്പോൾ വളരെയധികം ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക്, സമാധാനമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിയിലുള്ള ആ ഒരു എക്സ്പയറി സിസ്റ്റമാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. അത് എത്ര അധികം ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നറിയില്ല. കാരണം ബാങ്ക് എക്സ് അറിയില്ലാത്തൊരു ഇൻഡെക്സായിട്ട് നമ്മളിപ്പോഴും കരുതുന്നുണ്ട്. പക്ഷേ BSEയിലുള്ള ബാങ്കിങ് കമ്പനീസാണ്. ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബാങ്ക് എക്സും മൂവ് ചെയ്യുന്നത്. വാല്യൂസ്, അതിൻ്റെ സ്പോട്ടിലുള്ള വാല്യൂസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. നിഫ്റ്റി മൂവ് ചെയ്യുമ്പോഴാണല്ലോ സെൻസെക്സ് മൂവ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന പോയിൻറ്റിൻ്റെ വേരിയേഷൻ്റെ ഏകദേശം ഒരു 3.5% അധികം സെൻസെക്സ് ഉണ്ടാകും. കാരണം നിഫ്റ്റിയുടെ സ്പോട്ടല്ല സെൻസെക്സിൻ്റെ സ്പോട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വിശദമായിട്ട് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് വൈകിട്ട് 7 മണിക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഒരു കാര്യം, ഈ ഒരു മന്ത്ലി എക്സ്പയറി നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിങ് ആണ് ഉള്ളത്. സൂക്ഷിക്കുക. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിൽ അവസാനിപ്പിക്കുക. താങ്ക് യു.